ലോൺ ആപ്പ് വഴി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത സംഘം തിരുവനന്തപുരത്ത് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ്. പോങ്ങുമൂട് ചേന്തിയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയെ തുടർന്നായിരുന്നു 18 ഉത്തരേന്ത്യക്കാർ ഉൾപ്പെടെ പിടിയിലായിട്ടുള്ളത്. ഇവിടെ നിന്ന് 50ഓളം കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയൊക്കെ പിടികൂടിയ സാഹചര്യമുണ്ട്. ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഇനി അറിയേണ്ടത് ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം എന്നതാണല്ലോ. പ്രത്യേകിച്ച് മുഖ്യ സൂത്രധാരൻ ഓടി രക്ഷപ്പെട്ടു എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. ആരാണ് ഈ തട്ടിപ്പിന് ഇരയായത്? പലപ്പോഴും നമുക്കറിയാം, ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലുള്ളവരെ പോലും ആയിരിക്കാം ഇവിടെ ഇരുന്നു കൊണ്ട് കുരുക്കിയിട്ടുള്ളത്. അതിനപ്പുറത്ത് മലയാളികൾ ഈ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടോ? അത്തരം വിവരങ്ങളെക്കുറിച്ച് പോലീസ് എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുന്നുണ്ടോ ഡാൻ? വിദേശികളെ കെണിയിൽ വീഴ്ത്തിക്കൊണ്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ലോൺ ആപ്പ് കേസാണ് ഇന്നലെ ഈ പോങ്ങുമൂട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ശ്രീകാര്യം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ലോൺ ആപ്പ് തട്ടിപ്പ് കേസ്. കഴിഞ്ഞ 1.5 മാസമായി പാലാഴി എന്ന വാടക കെട്ടിടം കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘമായിരുന്നു ഇത്. ഇവിടെ ലഹരി ഇടപാട് നടക്കുന്നു, ഇതര സംസ്ഥാനക്കാർ ഇവിടെ ലഹരി വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യമായ ഒരു വിവരം സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു സാമ്പത്തിക തട്ടിപ്പ് സംഘമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. പോലീസ് അവിടെ എത്തി വിശദമായി നടത്തിയ പരിശോധനയിലൂടെയാണ് 18 പേരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അറസ്റ്റിലായവരിൽ ഭൂരിപക്ഷവും ഉത്തർപ്രദേശ്, അതോടൊപ്പം ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരുടെ ഒരു പ്രവർത്തന രീതി ലെൻഡ് ജെറ്റ് എന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഈ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ ലോൺ ആപ്പ് വഴി ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന വിദേശികളുടെയും വിദേശത്തുള്ള മലയാളികളുടെയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കും. എത്ര എമൗണ്ടാണ് ലോണിന് ചോദിച്ചിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കും. അതിനുശേഷം ഈ ലോൺ പ്രതിനിധി എന്ന നിലയിൽ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ട് ഇവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കും. വിശ്വാസം നേടിയെടുത്ത ശേഷം പ്രോസസ്സിംഗ് ഫീസ് എന്ന നിലയിൽ ഡോളറായി ഇത്രയും രൂപ പറയുന്ന അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പറയും. അങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. വിദേശികളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്ന തരത്തിൽ വിപുലമായ തരത്തിൽ ഈ സംഘം നടത്തിക്കൊണ്ടിരുന്നത്. വലിയ ലാംഗ്വേജ് ഫ്ലുവൻസിയുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് വിദേശികളുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷമായിരുന്നു ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ മലയാളികൾ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പണം ആർക്കൊക്കെ നഷ്ടമായിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ വിശദമായ അന്വേഷണം വേണ്ടിവരും. പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇതിലെ പ്രധാനിയായ പാർത്ഥ് എന്ന ആളെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. പക്ഷേ ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ആകാശ് സിംഗ് ചൗധരി എന്ന വ്യക്തിക്ക് വേണ്ടി തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇയാൾക്ക് വേണ്ടി മുംബൈയിലും അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലുമൊക്കെ ഇയാളുമായി ബന്ധപ്പെട്ട നേരത്തെ ചില കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമാനമായ തട്ടിപ്പ് കേസുകളാണത്. അയാളെ കൂടി പിടികൂടിയാൽ മാത്രമേ എത്രയും വിപുലമായിട്ടാണ് ഈ തട്ടിപ്പ് നടന്നിരുന്നത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ വാടക കെട്ടിടത്തിൽ നിന്ന് 50 കമ്പ്യൂട്ടറുകളും 100 കണക്കിന് സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെർവറുകൾ വിശദമായി പരിശോധിക്കുന്നതിലൂടെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, എത്ര പേർ ഇതിനോടകം തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്, എത്ര കോടി രൂപയുടെ നഷ്ടം അതിലൂടെ ഈ വ്യക്തികൾക്കുണ്ടായിട്ടുണ്ട്, ഇവർ എത്ര കോടി രൂപ ഇങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ട് എന്ന കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ശ്രീകാര്യം പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഒരു പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു അധികമായും ഇത്തരം തട്ടിപ്പ് സംഘങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ഇതാ കേരളത്തിൽ ഓഫീസ് അടക്കം രൂപീകരിച്ചുകൊണ്ട് ഉള്ള തട്ടിപ്പ് ആണ് നടന്നത് എങ്കിൽ ആ തട്ടിപ്പിന് പിന്നിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. മലയാളികൾ അതിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുന്നുണ്ടോ എന്നതൊക്കെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ടോ? ഒപ്പം എത്ര കോടി രൂപയുടെ തട്ടിപ്പ് ഇവർക്ക് നടത്താൻ സാധിച്ചു? ആരൊക്കെയായിരുന്നു ഇവരുടെ ഇരകൾ? ഈ കണ്ണിയിലെ പ്രധാനി ആര്? അങ്ങനെ വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.